ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ അഞ്ചലിലെ അവസാനത്തെ ദിവസമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഡ്യൂട്ടിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേല വിട്ട് വേല തേടി, ഊര് വിട്ട് ഊര് തേടി. അതിലൂടെ എനിക്ക് ഒരുപാട് ഒരു ഓൾ കേരള തന്നെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ലീവ് വേക്കൻസി കാര്യങ്ങളൊക്കെ കിട്ടിക്കോണമെന്നില്ല കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാൽ നല്ല മഴയായിരുന്നു കേട്ടോ. അവിടെ 2 ദിവസമായിട്ട് ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തോർന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് കടന്നു വരാം. ഒരു ഓൾ കേരള തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതായത് നമുക്ക് ഓൾ കേരള അടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഓൾ കേരള ട്രിപ്പായി മാറില്ല. അത് നമ്മളൊരു ഓൾ കേരള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മൊത്തത്തിലായിട്ട് അറിയണം. കേരളത്തിൻ്റെ ഓരോ നാടുകൾ, ഓരോ ജില്ലകൾ, ഓരോ സംസ്കാരങ്ങൾ, ഓരോ രീതിയിലുള്ള ലാംഗ്വേജസ്, ഓരോ രീതിയിലുള്ള ആളുകൾ, അവരുടെ കൾച്ചറുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ആഴത്തിലേക്ക് തന്നെ ഇറങ്ങി ചെന്നുകൊണ്ട് കേരളത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ഓൾ കേരള ട്രിപ്പ് കംപ്ലീറ്റ് ആവുന്നത്, ഒരു യാത്ര കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ ഇപ്പോൾ അതിനുള്ള ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ജോലിയല്ല, 1, 2, 3 ജോലികൾ മാത്രമേ കയ്യിലുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പോകുന്ന വഴികളിലൊക്കെ ജോലി കാര്യങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് കാര്യങ്ങൾ അതിലൂടെ മുന്നോട്ട് പോകും. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ വന്നിട്ട് സംസാരിക്കുന്ന നേരത്ത് നമ്മളെ കണ്ടിട്ട് ഏതോ വലിയ ബ്ലോഗറാന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് ഒരു വണ്ടിയൊക്കെ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവരൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ഹൈവേ വഴി പാസ് ചെയ്ത് പോകുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ എന്നെ കണ്ടതിന് ശേഷം നൈസായിട്ട് ഇവിടെ വണ്ടി സൈഡാക്കിയിട്ടാണ് ഉള്ളത്. നമ്മളെ ചാനൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവരാണ് ആൾക്കാർ. ചേട്ടാ പേരെന്ന് പറയുമോ? ശംഭു. സ്ഥലം എവിടെ? അഞ്ചൽ തന്നെ അല്ലേ? ഷമ്മാസ്. സ്ഥലം അവിടെ തന്നെയാണ് അല്ലേ? ചേട്ടൻ്റെ പേരെന്താ? നജീം. ഓക്കെ, ഒന്ന് പോയിട്ട് വാ ഗൈസ്. ആ ഒരു ബോർഡ് കാണുന്നുണ്ടോ? കുരിശുമുക്ക്. അതായത് കുരിശുമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചന്തമുക്ക്. ഇനി അപ്പുറത്തെ മുക്ക് ഏതാണെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ കുരിശുമുക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ ഒരു സിഗ്നലിൻ്റെ ഭാഗത്താണ് ഉള്ളത്. ആയൂർ ട്രിവാൻഡ്രമൊക്കെ പോകുന്ന റോഡാണ് നേരെ കാണുന്നത്. കടക്കൽ ഇടത്തോട്ട്, പുനലൂർ അഞ്ചൽ ബൈപ്പാസ് വലത്തോട്ട്. അപ്പോൾ ഡിലൈറ്റ് ബേക്കേഴ്സ് മോജോ റെസ്റ്റോറൻറ്റ്, ഇവിടെയാണ് നമുക്ക് ഡ്യൂട്ടി വന്നിരുന്നത്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്, അന്ന് വന്ന ദിവസം ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ ബേക്കറി വരുന്നത് കേട്ടോ, ഡിലൈറ്റ് ബേക്കേഴ്സ്. ഇത് റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. റെസ്റ്റോറൻറ്റ് സെപ്പറേറ്റ് ആണ്. എൻ്റെ ഇവിടുത്തെ പരിപാടി ഇവിടെയാണ് കേട്ടോ എൻ്റെ പരിപാടി വരുന്നത്. അതായത് ഇവിടുത്തെ ജ്യൂസ് മേക്കറാണ് ഞാൻ. ജ്യൂസ് അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. സമയം 11 മണി ആവാറായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഇത്ര നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ പോയിട്ട് പൈസയൊക്കെ വാങ്ങിയിട്ട് നൈസായിട്ട് ഫുഡിന് ക്യാഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നേക്കാണ്. അപ്പോൾ നമ്മൾ അഞ്ചൽ ബൈപ്പാസിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇടത്തെ ഭാഗത്തായിട്ടൊരു കാന്താരി ഹോട്ടൽ കാണാൻ കഴിയും കേട്ടോ. അടിപൊളിയാണ്. നൈറ്റ് ഒരു 1 മണി വരെയൊക്കെ ഉണ്ടാവും. നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു സ്പോട്ടാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇന്നത്തേക്കുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നൈസായിട്ട് വാരി കൂട്ടാൻ നോക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, വണ്ടിയിലുണ്ട്. കണ്ടില്ലേ? ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഒരു സഞ്ചാരിയായത്. അതായത് ഒരു ഊര് വിട്ട് ഊര് തേടി, വേല വിട്ട് വേല തേടിയിട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഫ്രൈഡേ ആണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നൈസായിട്ട് ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഫയറാക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ഡ്യൂട്ടികൾ തുടങ്ങാം അല്ലേ? ഇതാണ് ഫ്രൂട്ട് സലാഡ്, ഫലൂഡ, സ്മൂത്തീസ്, അങ്ങനെ ഉള്ള ഐറ്റംസുകൾക്കൊക്കെയുള്ള സലാഡ് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ. കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല, എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. വല്ലാതെ കുത്താൻ പറ്റില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഓരോ ഐറ്റംസ് ആയിട്ടില്ല കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റാപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഫ്രിഡ്ജിൽ അപ്പോൾ ഒന്ന് ചില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഫലൂഡ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ സംഭവം സെറ്റായിരിക്കും. ഇത് റാപ്പ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമുക്ക് വന്നിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് കേട്ടോ. ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നാണ് കണ്ട പാർസൽ കാര്യങ്ങളൊക്കെ. ഞാൻ എനിക്ക് വേണ്ട ഫുഡ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ.
അത്യാവശ്യം അടിപൊളി ഊണാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടുന്ന് ഒരു 4 ദിവസം ഇപ്പോൾ ഇതുവരെ കഴിച്ച്, ഇന്ന് 5ാമത്തെ ദിവസമാണ് കേട്ടോ. 5 ദിവസം കഴിച്ചപ്പോഴും ഏതാ ഹോട്ടലെന്ന് എനിക്കറിയില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് പാർസൽ അവർ കൊണ്ടുവരുന്നതാണ്. എന്തായാലും അടിപൊളി മീനൊക്കെ നോക്കും. മീനിൻ്റെ വലിപ്പം കണ്ടോ? അയില പൊരിച്ചതുണ്ട്. എന്താ അയിലയുടെ വലിപ്പം കണ്ടോ? എൻ്റെ കൈ കണ്ടോ? ഇത്ര സൈസ് ഉണ്ട് അയില. പിന്നെ പപ്പടം, അച്ചാറ്, പിന്നെ ഇത് അവിയലാണോ തീയലാണോ എന്നറിയില്ല, അവിയൽ പോലത്തെ സെറ്റപ്പ്. ഇതോ അങ്ങനെ തന്നെ ഒരു സാധനം, മീൻ കറി. പോരെ ഇത് പോരെ അളിയാ. അപ്പോൾ പിന്നെ തന്നെ കഴിച്ചിട്ട് കാണാം അളിയാ ബാക്കി. 5 ദിവസം ഇതേ സെയിം ഊണ് തന്നെയാണ് കേട്ടോ. മീൻ വറുത്തത് മാത്രം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി വരും, അന്നന്ന് കിട്ടുന്നതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള മീനുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിത് എന്തായാലും നൈസായിട്ട് ഇപ്പം ചെറുതായിട്ട് വിശക്കാനൊക്കെ തുടങ്ങിയിട്ട് ഇതാണ് കഴിച്ചിട്ട് ബാക്കി പരിപാടി തുടങ്ങാം. കുറച്ച് വർക്ക് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തിരക്കുള്ളൊരു ദിവസമാണ്. വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും നമ്മളെല്ലാം സെറ്റാക്കി വെക്കണം. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഈവനിങ് വൈബാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓണാവണമെന്നുണ്ടെങ്കിൽ ഒരു 4 മണിയൊക്കെ കഴിയും. 4-5 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. രാത്രിയാണ് തിരക്ക് കൂടുക. നല്ലൊരു ഫുഡ് സ്പോട്ടാണ്. ഒരു എന്താ പറയുക, ഒരുപാട് ഐറ്റംസുകൾ വരുന്നുണ്ട് കേട്ടോ റെസ്റ്റോറൻറ്റിലെ മെനു കാര്യങ്ങളൊക്കെ വേറെയാണ്. അത് വേറെ ആളാണ് നടത്തുന്നത്. രണ്ട് ഓണർഷിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കാണുന്നത് അഞ്ചൽ ബൈപ്പാസ്. നല്ല അടിപൊളി മഴ വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത മഴ വരാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. അഞ്ചലിലെ 5ാമത്തെ ദിവസം ആറാട്ടുകയാണ്. തകർത്ത് ആറാട്ടുകയാണ്. ഇതിലും കൂടുതലൊന്നും ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. കുറേയൊക്കെ ഞാൻ എടുത്ത്. അത്യാവശ്യം തിരക്കാണ് കേട്ടോ. അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഇനിയാണ് ശരിക്കുള്ള തിരക്ക് വരാൻ പോകുന്ന സമയം. നമ്മൾ തകർക്കും. ഇതൊന്നും വിഷയമില്ലാത്ത കേസാണ്. അല്ലി പില്ലി ജെല്ലി. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം 11:30 മണിയായിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് കുറച്ചും കൂട്ട് നടന്ന് വന്ന് ഇതാ ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി ഇനി റൂമിലേക്ക് പോവാണ് കേട്ടോ. 11:30 ഇപ്പോഴേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പോയിട്ട് വേണം. കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കാനുണ്ട്. നാളെ ഇവിടുന്ന് പിടുത്തം വിടാനുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അലക്കാനുണ്ട്. അലക്കി കഴിഞ്ഞതിന് ശേഷം എല്ലാം ഉണങ്ങിയിട്ട് വേണം എനിക്ക് നാളെ പോകാനായിട്ട് കേട്ടോ. ഇവിടെ നല്ല മഴയാണ് 2 ദിവസമായിട്ട്. എന്താ അവസ്ഥ എന്നറിയില്ല. ഉണങ്ങി കിട്ടുമെന്ന് വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇൻ അഞ്ചലിലെ ബേക്കറി കാര്യങ്ങൾ, ഇവിടുത്തെ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ദിവസം ഞാനിവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഞാൻ നൈസായിട്ട് പോയിട്ട് ഇനി ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, അതായത് അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നൈസായിട്ട് പോയി കിടന്നുറങ്ങുക. വേറൊരു പരിപാടിയില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം കൂടിയാണ് ചെയ്തോളാം. ഇനി നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പണിയെടുക്കാനുള്ളതാണ്. വേല വിട്ട് ഊര് തേടി വേല തേടി ഇങ്ങനെ പോയിക്കിട്ടേ ഇരിക്കല. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.